ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം നമ്മൾ ചിലപ്പോഴെങ്കിലും കടയിൽ നിന്നൊക്കെ വളം വാങ്ങി നൽകാറുണ്ട്. പക്ഷെ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് നിത്യേന വലിച്ചെറിയുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ 5 വളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. മുട്ടത്തോട് നമ്മൾ ചെടികൾക്കെല്ലാം കൊടുക്കാറുള്ളതാണല്ലേ. അപ്പം മുട്ടത്തോടിൽ നല്ല രീതിയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും ഒരുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മുട്ടത്തോട് നമ്മൾ ഉണങ്ങി പൊടിച്ച ശേഷമാണ് ഒരല്പം മണ്ണ് മാറ്റിയ ശേഷം അതിലേക്ക് വിതറി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ചെടി നനച്ചും കൊടുക്കുക. അപ്പം നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഇത് ചെടികൾക്കൊക്കെ നൽകാനായിട്ട് സാധിക്കും കേട്ടോ. ചെടികൾ നന്നായിട്ട് വളരാനും പൂവിടാനും ഒക്കെ മുട്ടത്തോട് സഹായിക്കുന്നതാണ്. പിന്നെ കൊടുക്കാവുന്നതാണ് തേയില വേസ്റ്റ്. ഇത് നമുക്ക് ദിവസവും രാവിലെ ചായ തിളപ്പിച്ച് കിട്ടുന്നതിൻ്റെ ബാക്കി നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഉണങ്ങിയ ശേഷം മുട്ടത്തോട് പൊടിച്ചതും ഒരല്പം ചാരവും ചേർത്ത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ചെടികൾ നന്നായിട്ട് വളരാനും അത് മാത്രമല്ല മണ്ണിനും വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലൊരു ജൈവവളം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് പഴത്തൊലി. ഇത് നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ചിടുക. നമുക്കത് ഒരു 3 ദിവസം പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കത് അരിച്ചെടുത്തിട്ട് 5 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികൾക്കെല്ലാം കൊടുക്കാനായിട്ട്. പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ചെടികളെല്ലാം നന്നായിട്ട് വളരാനും പൂവിടാനും ഒക്കെ ഈ പഴത്തൊലിയുടെ വളം വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 1 ദിവസം ഈ വളം കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാ വളങ്ങളും ഒരുമിച്ച് നൽകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു വളം നൽകിയിട്ട് ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം മാത്രമേ അടുത്ത വളം നൽകാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് കഞ്ഞിവെള്ളം. നമ്മളെല്ലാം ദിവസേന ചോറ് വയ്ക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം ഇതൊരു കാരണവശാലും നേരിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. വളരെ നേർപ്പിച്ച് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട്. കഞ്ഞിവെള്ളത്തിൽ ചെറിയ രീതിയിൽ നൈട്രജൻ, പൊട്ടാസ്യം, കാൽസ്യം ഇവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെടികളുടെ വേരുകൾക്കും ഇലകൾക്കും ഒക്കെ അതിന് ആരോഗ്യത്തോടെ വളരുന്നതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം വളരെയധികം സഹായിക്കുന്നതാണ്. നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇലകളിൽ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. കഞ്ഞിവെള്ളം ചാരവുമായിട്ട് കലർത്തി കൊടുക്കുന്നത് നല്ലൊരു കീടനാശിനിയായിട്ടും ഉപകരിക്കാറുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ നൽകാവുന്നതാണ് ചാരം. നമ്മൾ അടുപ്പിൽ നിന്നും വിറക് കത്തിച്ച് കിട്ടുന്ന ചാരം വളരെയധികം നല്ലതാണ്. നമ്മൾ കരിയിൽ കത്തിച്ച് കിട്ടുന്ന ചാരവും ചെടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ പച്ചക്കറികൾ, പയറുവർഗ്ഗ ചെടികളിലൊക്കെ നമ്മളിത് വിതറി കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ ചെടികളിലൊക്കെ നമ്മൾ ഒരല്പം മാത്രമേ വിതറാവുള്ളൂ. അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് വാടിപ്പോകാനായിട്ടൊക്കെ ഇടയാകും. ചാരം ഇട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചും കൊടുക്കുക. ചാരം കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചേർത്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കീടനാശിനിയായിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.